ഹലോ, ഞാനൊരു വിദൂരതയിലേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണ് കേട്ടോ. ആ വിദൂരതയുടെ എൻഡിൽ വൈപ്പിൻ ബീച്ചാണ്. അങ്ങനെ ഇന്നപ്പോൾ ഒരു പൂതി ഞങ്ങൾ രണ്ടാളും കൂടെ വെച്ച് പിടിച്ച് വൈപ്പിൻ ബീച്ചിലേക്ക്. അവിടെ ചെന്നപ്പോഴോ എൻ്റെ ദൈവമേ, തുണി താത്തിടാൻ പറ്റില്ല, അതിൽ വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ. വെള്ളപ്പൊക്കം എന്നല്ല, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളങ്ങളൊക്കെ താണ്ടി ഞങ്ങൾ അക്കരക്കരയിലെത്തിയിട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേരെ നോക്കിയപ്പോൾ ഫുട്ബോളിൻ്റെ മറ്റു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. അവിടുന്ന് പിന്നെ കുറേ കസരത്തുകളൊക്കെ കാണിച്ചെങ്കിലും നമുക്ക് പറ്റാത്ത പണിയാണ്ട് അവിടെ ഇട്ടിട്ട് നേരെ നമ്മൾ ബീച്ചിനകത്തേക്ക് പോയിട്ടോ. കടൽ തിരമാലകൾ എൻ്റെ കാലിങ്ങനെ പുണർന്നു പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴാണ് ഞങ്ങളുടെ കുറച്ച് പ്രണയ സല്ലാപങ്ങൾ. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ നിന്ന് പിന്നെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നടന്നു കേട്ടോ. നടത്തി സഞ്ജുവിനെ കൊന്നു എന്നുള്ളതാണ്. നേരെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ പൈൻ മരങ്ങൾക്ക് ഇടയിലൂടെ പോയി. ആ വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഈ നിഗൂഢതകളൊക്കെ നിറഞ്ഞ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് കപ്പിൾസാണ്. നടന്ന് ക്ഷീണിച്ച് ഞാൻ കുറച്ച് ഇരുന്ന് ക്ഷീണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. എന്നെ ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കിയിട്ട് സഞ്ജപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.